الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصا فيقول الله سبحانه وتعالى أما بعد فيقول الله سبحانه وتعالى هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا هديناه السبيل إما شاكرا وإما كفورا الله പറയുന്നു മനുഷ്യന് അവൻ പറയപ്പെടാൻ പറ്റിയ ഒരു വസ്തുവേ അല്ലാതിരുന്ന കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. എന്നിട്ട് മനുഷ്യനെ നാം നുത്ഫയിൽ നിന്ന് ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂടിക്കലർന്ന നുത്ഫയിൽ നിന്ന് സൃഷ്ടിച്ചു. നബ്തലീഹി നാം അവനെ പരീക്ഷിക്കുന്നു. ഫജഅൽനാഹു സമീഅൻ ബസീറ അവനെ നാം കാണുന്നവനും കേൾക്കുന്നവനുമാക്കി. ഇന്ന ഹദൈനാഹു സബീൽ നാം അവന് സബീൽ മാർഗം കാണിച്ചു കൊടുത്തു. ഇമ്മ ഷാക്കിറ വ ഇമ്മ കഫൂറ എന്നിട്ട് ഒന്നുകിൽ അവൻ ഷക്കൂർ ഷാക്കിർ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവനാകുന്നു, വ ഇമ്മ കഫൂറ അല്ലെങ്കിൽ കഫൂർ അള്ളാഹുവിന് നന്ദി കാണിക്കാത്ത കുഫറിന്റെ ആളാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ പേര് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ വായിച്ചിരുന്നു, ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തത്. അതിന്റെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ കഅബ് ഇബ്നു ഉജ്റ അന്നാസു ഗാദിയാൻ ജനങ്ങളെല്ലാവരും രാവിലെ സഞ്ചരിക്കുന്നവരാണ്, രാവിലെ അവർ പുറപ്പെടും. ഫമുബ്തഉൻ നഫ്സഹു ഫമുഅതിഖുഹാ വബായിഉൻ നഫ്സഹു ഫമുബിഖുഹാ സ്വന്തത്തെ വിലക്ക് വാങ്ങി അതിനെ മോചിപ്പിച്ചവനുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ. കൂടാതെ വബായിഉൻ നഫ്സഹു സ്വന്തത്തെ വിറ്റ് ഫമൂബിഖുഹ അങ്ങനെ അത് നശിപ്പിച്ചവനുമുണ്ട്. ഇതാണ് ഇമ്മ ഷാക്കിറ വ ഇമ്മ കഫൂറ. ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖോടെ ഒന്നുകിൽ അവൻ ഷാക്കിറാകുന്നു, അല്ലെങ്കിൽ അവന് ഹിദായത്തിലേക്ക് അള്ളാഹുവിന്റെ തൗഫീഖില്ല. നഊദു ബില്ലാഹ്, അള്ളാഹു അവനെ തീരുമാനിച്ചത് നരകത്തിലേക്കാണ്. അപ്പൊ അവന്റെ അമലും അത് അങ്ങനെ പോകുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അല്ലാമ ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റസൂലുള്ളാഹ് പറയുന്നു, മാ മിൻ ഖാരിജിൻ യഖ്റുജു യഅനി മിൻ ബൈതിഹി ഇല്ലാ ബിബാബിഹി റായതാൻ ഒരാളും തന്നെ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവന്റെ വാതിൽക്കൽ രണ്ട് റായത്ത് ഉണ്ടാകാതിരിക്കുകയില്ല. ഏതൊരാളും രാവിലെ പുറപ്പെടുമ്പോൾ അവന്റെ മുറ്റത്ത് അവന്റെ വാതിൽക്കൽ രണ്ട് റായത്ത് ഉണ്ടാകും. റായ എന്നാൽ കൊടിയെന്നാണ് അതിന്റെ അർത്ഥം, പതാക. റായത്തും ബിയദി മലക്കിൻ വറായത്തും ബിയദി ശൈത്താനിൻ. ഒരു കൊടി പിടിച്ചു നിൽക്കുന്നത്, റായത്ത് പിടിച്ചു നിൽക്കുന്നത് ഒരു മലക്കാണെങ്കിൽ മറ്റേത് പിടിച്ചു നിൽക്കുന്നത് ശൈത്താനാണ്. ഫൈൻ ഖറജ ലിമാ യുഹിബ്ബുല്ലാഹു അസ്സ വജൽ അയാൾ പുറപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വല്ല കാര്യത്തിനുമാണെങ്കിൽ ഇത്തബഅഹുൽ മലകു ബിറായതിഹി മലക്ക് തന്റെ കയ്യിലുള്ള റായത്തും പിടിച്ച് അവന്റെ പിന്നാലെ ഉണ്ടാകും. ഫലം യസൽ തഹ്ത റായത്തിൽ മലക്കി ഹത്താ യർജിഅ ഇലാ ബൈതിഹി തിരിച്ചു വരുവോളം അവൻ ആ മലക്കിന്റെ റായത്തിന് കീഴിലായിരിക്കും. വൈൻ ഖറജ ലിമാ യുസ്ഖിതുല്ലാഹ് എന്നാൽ അയാൾ പുറപ്പെടുന്നത് അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന വല്ല പ്രവർത്തനത്തിനും വേണ്ടിയാണെങ്കിൽ, വല്ല ഉദ്ദേശത്തിനുമാണെങ്കിൽ ഇത്തബഅഹു ശൈത്താനു ബിറായതിഹി അവന്റെ പിന്നാലെ പോകുന്നത് ആരാണ്? റായത്തും പിടിച്ച് ശൈത്താനാണ്. ഫലം യസൽ തഹ്ത റായത്തി ശൈത്താനി ഹത്താ യർജിഅ ഇലാ ബൈതിഹി തിരിച്ചു വരുവോളം വീട്ടിലെത്തുവോളം അവൻ ശൈത്താന്റെ റായത്തിന് കീഴിലായിരിക്കും.
ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ. അള്ളാഹു വഴി കാണിച്ചിരിക്കുന്നു, തെരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ഓരോരുത്തരും തൻ്റെ നീയത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്നാക്കി കൊള്ളട്ടെ. എന്തിനാണ് അവൻ പുറപ്പെടുന്നത്, എന്തുദ്ദേശത്തിലാണ് അവൻ പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്, അത് നന്നാക്കി കൊള്ളുക. ഇങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. എന്നാൽ ഓരോരുത്തരും അവൻ ആവേണ്ടത് ഷാക്കിറാകാനാണ് അവൻ ശ്രമിക്കേണ്ടത്. കഫൂർ അവനായി പോകരുത്. കാരണം കഫൂറാവുക എന്നത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. വലാ യർദാ ലിഇബാദിഹിൽ കുഫർ. അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് അവന്റെ അബ്ദുകൾക്ക് ഒരിക്കലും കുഫർ തൃപ്തിപ്പെടുകയില്ല. വഇൻ തഷ്കുറു യർദഹു ലക്കും. നിങ്ങൾ ശുക്ർ കാണിച്ചാൽ അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെടും. വഇൻ തക്ഫുറു, നിങ്ങൾ കുഫറാണ് കാണിക്കുന്നെങ്കിൽ ഫലാ യർദാ ലിഇബാദിഹിൽ കുഫർ. അവന്റെ അടിമകൾക്ക് കുഫർ അത് തൃപ്തിപ്പെടുകയില്ല, അള്ളാഹുവിന് ഇഷ്ടമല്ലാതെ. ഇന്ന അഅതദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാല വസഈറ. അള്ളാഹുവിന് നന്ദികേട് കാണിച്ചവരെ അവൻ വെറുതെ വിടുകയില്ല. ഇന്ന അഅതദ്നാ, തീർച്ചയായും നാം ഒരുക്കി വച്ചിരിക്കുന്നു. അഅതദ എന്നാൽ ഒരുക്കി വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന അഅതദ്നാ ലിൽ കാഫിരീൻ, കാഫിറുകൾക്ക് വേണ്ടി നാം ഒരുക്കി വച്ചിരിക്കുന്നു. സലാസില വഅഗ്ലാലൻ വസഈറ. സിൽസില എന്നാൽ ചങ്ങല എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ജംആണ്, ബഹുവചനമാണ് സലാസിൽ, ചങ്ങലകളും. അഗ്ലാലൻ കൊളുത്തുകളും, വസഈറ കത്തിജ്വലിക്കുന്ന തീയും. ഇമാം ഇബ്നു കസീർ പറയുന്നു, യുഖ്ബിറു തആല അമ്മ അർസദഹു ലിൽ കാഫിരീന മിൻ ഖൽഖിഹി ബിഹി മിന അസ്സലാസിൽ വൽ അഗ്ലാൽ വസ്സഈർ. അല്ലാഹു അവന്റെ പടപ്പുകളിൽ കാഫിറായി പോയവർക്ക് ഒരുക്കി വെച്ച ചങ്ങലകളെക്കുറിച്ചും കൊളുത്തുകളെക്കുറിച്ചും തീയെക്കുറിച്ചും താക്കീത് ചെയ്യുന്നു. എന്താണ് സഈർ എന്നാൽ? വഹുവൽ ലഹബു വൽ ഹരീഖു ഫീ നാരി ജഹന്നം. നരകത്തിലുള്ള തീജ്വാലയാണ്, കരിച്ചു കളയുന്ന തീയാണ് സഈർ. കമാ ഖാൽ, അല്ലാഹു സൂറത്തു ഗാഫിറിൽ പറഞ്ഞതുപോലെ, ഇതിൽ അഗ്ലാലു ഫീ അഅനാഖിഹിം വസ്സലാസുലു യുസ്ഹബൂന ഫിൽ ഹമീം ثم في النار يسجرون. നരകക്കാർ, നരകത്തിൽ പെട്ടുപോകുന്ന ആളുകൾ എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ? ഇതിൽ അഗ്ലാലു ഫീ അഅനാഖിഹിം വസ്സലാസിൽ, ചങ്ങലകൾ അവരുടെ കഴുത്തിലിട്ടിട്ടുണ്ടാവും. വൽ അഗ്ലാൽ, കൊളുത്തുകളും. അത്രയും നിന്ദ്യമായ അവസ്ഥയിലാണ് ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ, ഈ ദുനിയാവിൽ നമ്മൾ സങ്കല്പിച്ചു നോക്കാം. അയാളുടെ കഴുത്തിൽ ചങ്ങലിടുക എന്ന് പറഞ്ഞാൽ അത്ര നിന്ദ്യതയാണ്, അത്ര അപമാനമാണ്. അതാണ് അത് ഖിസി. ലാലിക ഹുവൽ ഖിസിയുൽ മുബീൻ, ഖിസിയുൽ അളീം. അതാണ് വ്യക്തമായ വമ്പിച്ച അപമാനം, നിന്ദ്യത എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഈ ദുനിയാവിൽ അവൻ എത്ര ഐസത്തോടെ നടന്നിട്ട് എന്ത് കാര്യം? ഈ ദുനിയാവിൽ ആളുകളുടെ മുന്നിൽ അവൻ എത്ര പൊങ്ങച്ചം നടിച്ചിട്ട് എന്ത് കാര്യം? അവൻ എത്ര പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം? അവൻ അധികാരവും തറവാടും ഉണ്ടായിട്ട് എന്ത് കാര്യം? നരകത്തിൽ ആളുകളുടെ മുന്നിൽ എല്ലാവരും കാണുകയാണ് അവനെ. ലോകത്തുള്ള എല്ലാവരും, ആദ്യത്തെ ആളുകളും അവസാനത്തെ ആളുകളും കാണുക. ചങ്ങലകൾ, കൊളുത്തുകൾ കഴുത്തിൽ ബന്ധിച്ച് അതാ കൊണ്ടുപോവുകയാണ് അവനെ. യുസ്ഹബൂന ഫിൽ ഹമീം, ഹമീമാകുന്ന നരകത്തിൽ അവനെ യുസ്ഹബൂൻ, വലിച്ചിഴക്കും. ثم في النار يسجرون, എന്നിട്ട് നരകത്തിൽ കത്തിക്കുന്നതാണ് എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ സൂറത്തു ഗാഫിറിൽ പറഞ്ഞതുപോലെയാണ് ഈ ആയത്ത്. ഇന്നാ അഅതദ്നാ ലിൽ കാഫിരീന സലാസില വഗ്ലാല വസഈറ. അള്ളാഹുവിന് നന്ദികേട് കാണിക്കരുത്. അവൻ കാഫിറുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ചങ്ങലകളും കൊളുത്തുകളും തീയുമാകുന്നു. അള്ളാഹു അതാ പറയുന്നു. അവന്റെ കിതാബിൽ നമുക്ക് കാണാവുന്ന ശൈലിയാണ്. അവൻ അഷ്ഖിയാഇനെ കുറിച്ച് പറഞ്ഞാൽ, നരകത്തിൽ പെട്ടുപോകുന്ന ദൗർഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞാൽ, ജന്നാത്തിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന സുഅദാഇനെ കുറിച്ച് അവൻ പറയുക എന്നത്. ഇന്നൽ അബ്റാറ ലഫി നഈം വഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം എന്നതുപോലെ രണ്ടും അല്ലാഹു പറയുക എന്നത് അവന്റെ ശൈലിയാണ്. അതിൽ തബ്ശീറും ഇൻദാറുമുണ്ട്, താക്കീത് ചെയ്യലും സന്തോഷ വാർത്ത അറിയിക്കലുമുണ്ട്. ഇത് രണ്ടിലും നബിമാരുടെ അവരുടെ മെഹന അതായിരുന്നു.
അവരല്ലാഹു ഏൽപ്പിച്ച ജോലി അതായിരുന്നു. ബശീറൻ വനദീറ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, നിന്നെ നാം അയച്ചിരിക്കുന്നു സാക്ഷിയായിക്കൊണ്ട്. ഈ ഉമ്മത്ത് നാളെ പരലോകത്ത് അള്ളാഹുവെ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയായിരിക്കും, എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റിസാല, സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയാണ്. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളായിക്കൊണ്ടും താക്കീത് നൽകുന്ന ആളായിക്കൊണ്ടുമാണ് നിന്നെ അയച്ചിട്ടുള്ളത്. അല്ലാഹു അതാ പറയുന്നു, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. അതാ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുന്ന അബ്റാർ. ഇന്നൽ അബ്റാർ, അബ്റാർ എന്നാൽ അൽ ബർ എന്ന വാക്കിന്റെ ജംആണ് അബ്റാർ. ബർ എന്നാൽ ബിർ ചെയ്യുന്ന ആൾ, നന്മകൾ ചെയ്തിട്ടുള്ള ആളുകൾ. എന്താണ് നന്മ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് നന്മ. ഇന്നൽ അബ്റാറ യശ്റബൂന, അവർ കുടിക്കുന്നു, മിൻ കഅസിൻ, ഒരു കഅസിൽ നിന്ന്, കഅസ് എന്നാൽ കോപ്പയിൽ നിന്ന്, കാന മിസാജുഹ, അതിന്റെ മിസാജ്, മിസാജ് എന്നാൽ അതിന്റെ കലർപ്പ്, അതിന്റെ ചേരുവ എന്താണ്? കാഫൂറ. കാഫൂർ എന്നാൽ കർപ്പൂരത്തിനാണ് കാഫൂർ എന്ന് പറയാം. കാഫൂർ അഥവാ കർപ്പൂരം. അത് ദുനിയാവിലെ ഏത് കാര്യത്തെക്കുറിച്ചും, അത് പഴങ്ങളാകട്ടെ തോട്ടങ്ങളാകട്ടെ, എന്തായാലും സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഏറ്റവും നല്ല രൂപം ആണ് വെച്ചിട്ടുള്ളത്. എന്നാൽ ദുനിയാവിലെ ജിൻസ്, ഇനം അത് തന്നെ, ഇനം അത് തന്നെ, പക്ഷെ അതിന്റെ ഏറ്റവും നല്ലത് അതാണ് സ്വർഗത്തിലുള്ളത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, വലമ്മാ ദകറ മാ അഅദ്ദഹു ലിഹാഉലാഇൽ അശ്ഖിയാഇ മിനസ് സഈർ ഖാല ബഅദഹു. അല്ലാഹു അശ്ഖിയ, ദൗർഭാഗ്യവാന്മാർക്ക് ഒരുക്കി വെച്ച നരകത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇതാ ഈ ആയത്തിൽ പറയുന്നു, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ വഖദ് ഉലിമ മാ ഫിൽ കാഫൂർ. അറിയാവുന്ന കാര്യമാണ് കാഫൂറിൽ, മുന്തിയ ഇനം കർപ്പൂരത്തിൽ എന്താണുള്ളത്? മിനത്ത് തബ്രീദ്, അതിൽ കുളിർമയുണ്ട്, തണുപ്പുണ്ട്. അതിൽ വറായിഹത്തി ത്വയ്യിബ, നല്ല സുഗന്ധമുണ്ട്. മഅ മാ യുദാഫു ഇലാ ദാലിക മിനൽ ലദാദതി ഫിൽ ജന്ന, അതോടൊപ്പം സ്വർഗത്തിലെ സ്വാദും. ഈ ദുനിയാവിൽ തന്നെ നമുക്കറിയാവുന്ന അതിന്റെ തണുപ്പ്, അതിന്റെ നല്ല സുഗന്ധം, അതോടൊപ്പം സ്വർഗത്തിലെ സ്വാദും രുചിയും അതിന്റെ കൂടെ ചേർന്നാൽ എന്തായിരിക്കും? ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. ഹസനുൽ ബസ്രി, താബിഇയായ ഹസനുൽ ബസ്രി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ബർദുൽ കാഫൂരി ഫീ തീബിസ് സൻജബീൽ. സൻജബീലിന്റെ, ഇഞ്ചിയുടെ തീബ്, അതിന്റെ ആ നല്ല നീരിന്റെ കൂടെ ഇതിന്റെ തണുപ്പും, ഇതിന്റെ തണുപ്പും കൊടുക്കുക. സൻജബീലിനെ കുറിച്ച് ഈ ആയത്തിൽ തന്നെ വരും, ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. അതാ പുണ്യവാന്മാർ അവിടെ കുടിക്കുന്നു, അവിടെ കുടിക്കുകയാണ് കാഫൂർ കലർത്തിയ പാനീയം. ഈ അശ്ഖിയ ആകട്ടെ കഴുത്തിൽ കൊളുത്തുകളും ചങ്ങലകളും പേറി നരകത്തിൽ വലിച്ചിഴക്കപ്പെടുന്നു. അല്ലാഹു പറയുന്നു, ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. അവർ കുടിക്കുന്ന ഈ പാനീയം അതെന്താണെന്നറിയുമോ? ഐനൻ, അതൊരു അരുവിയാകുന്നു. യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. നോക്കൂ, ഈ രണ്ടായത്തുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ടായത്ത് ഇതുപോലത്തെ ആയത്താണ് സൂറത്തു അൽ മുത്തഫിഫീനിൽ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കൂട്ടരെ കുറിച്ച് പറയുകയുണ്ടായി. സ്വർഗത്തിലെ ഒന്ന് അവിടെയുള്ള താഴ്ഭാഗത്തുള്ള ആളുകളാണ്, നല്ല ആളുകൾ, സാലിഹുകൾ, അബ്റാ. എന്നാൽ മുഖറബൂനുണ്ട്, അള്ളാഹുമായി അടുത്ത മുന്തിയ മുകളിലുള്ള ആളുകൾ. അള്ളാഹു പറഞ്ഞു, യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക്
وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون. അതുപോലെയാണ് ഈ ആയത്തിന് നോക്ക്. ഈ ആയത്തിന് എന്താണ്? ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ. അഥവാ ഈ പുണ്യവാന്മാർ അബ്റാർ അവരെന്നാൽ സ്വർഗത്തിൽ ദറജ കുറഞ്ഞ ആളുകളാണ്. മുഖറബൂൻ അവരെക്കാളും മുന്തിയ മുകളിലുള്ള സ്വർഗത്തിലുള്ള ആളുകളുണ്ട്. ഏറ്റവും അവസാനം കടക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് കണ്ണെത്താത്ത ദൂരത്തിലുള്ള സാമ്രാജ്യമാണ്. അവൻ നോക്കുന്നത് മുഴുവൻ അവൻ്റെതാണ്. കൊട്ടാരങ്ങളും പരിചാരകരും തോട്ടങ്ങളും അവന്റെ ഇണകളുമെല്ലാം. മാത്രമല്ല അവൻ ഏറ്റവും അടുത്തുള്ളത് കാണുന്നത് പോലെ ഏറ്റവും ദൂരെ ഉള്ളത് കാണുമെന്നാണ്. ഇങ്ങനെയാണ് ഏറ്റവും അവസാനം കയറുന്ന ആളുടേത് പോലും അവസ്ഥ. അബ്റാർ എന്നാൽ അവിടെ താഴെ ദർജയിലുള്ള ആളുകളാണ്. അവർക്ക് കുടിക്കാനുള്ള പാനീയത്തിൽ മിസാജാണ് കാഫൂർ. അതിന്റെ കലർപ്പ് അതിൽ ചേരുവയായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ മുഖറബൂനോ അവരെങ്ങനെയാണ് കുടിക്കുന്നത്? ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ. അവർക്ക് അതിന്റെ അരുവി തന്നെ ഉണ്ട്. ഇവർക്കത് ചേരുവ മാത്രമാണ്. എന്നാൽ മുകളിലുള്ള ആളുകൾക്ക് അത് അരുവിയാണ്. എങ്ങനത്തെ അരുവിയാണ്? അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് അത് പൊട്ടി ഒഴുകും. ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ. ഏതുപോലെ മുത്തഫിഫീനിലെ ആയത്തിൽ പറഞ്ഞത് നോക്കൂ. ഖിതാമുഹും അവർ കുടിക്കും. യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം. റഹീഖുൻ മഖ്തൂമിൽ നിന്ന് അവർ കുടിക്കും. ഖിതാമുഹും മിസ്ക്. അതിന്റെ ഖിതാം എന്താ? അവസാനത്തിലുള്ളത് മിസ്കാണ്, കസ്തൂരിയാണ്. ദുനിയാവിലെ പാനീയം ഇപ്പോൾ നമ്മൾ ഒരു പാനീയം കുടിച്ചാൽ അതിലെന്താണോ ചേർത്തിട്ടുള്ളത് അത് അവസാനം ഉണ്ടാവും അല്ലേ? അവസാനമുള്ളത് പൊതുവെ ഈ ലോകത്ത് നമ്മൾ ഒഴിവാക്കുന്നതാണ്. സ്വർഗത്തിലാകട്ടെ അവിടെ ഏറ്റവും അവസാനമുള്ളത് അതുപോലും വളരെ മുന്തിയതാണ്. മിസ്കാൻ, കസ്തൂരിയാണ്. മത്സരിക്കുന്നവർ അതിനുകൊണ്ട് മത്സരിക്കട്ടെ. മിസാജുഹു മിൻ തസ്നീം. തസ്നീം ആകുന്നു അതിന്റെ ചേരുവ. തസ്നീം ആകുന്നു. അത് സ്വർഗത്തിലെ വളരെ വിശിഷ്ടമായ ഒരു ചേരുവയാണ്. അത് താഴെയുള്ള ആളുകൾക്ക്. എന്നാൽ മുകളിലുള്ള ആളുകൾക്ക് ഐനൻ, അത് ഐനാണ്, അതിന്റെ അരുവി തന്നെ. ഇവർക്കത് താഴെയുള്ളവർക്ക് അത് ചേരുവ മാത്രമാണ്. മുകളിലുള്ളവർക്ക് അതിന്റെ അരുവി തന്നെ ഉണ്ട്. എങ്ങനെയാണ് ആ അരുവി? യശ്റബു ബിഹാ അൽ മുഖറബൂൻ. മുഖറബൂൻ എന്ന് പറഞ്ഞ സമീപം കിട്ടിയ ആളുകൾ, അല്ലാഹുമായി അടുത്ത ഏറ്റവും മുകളിലുള്ള സ്വർഗത്തിലുള്ള ആളുകൾ എന്നാണ്. മാത്രമല്ല യശ്റബു ബിഹാ എന്ന് പറഞ്ഞതിൽ ഒരു സൂചനയുണ്ട്. സാധാരണ ഒരു പാനീയം കുടിക്കുമ്പോൾ യശ്റബുഹ എന്നേ പറയുള്ളൂ, ബാ ചേർക്കാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാള് അസീർ കുടിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ആസൽ തേൻ കുടിക്കുന്നു. യശ്റബുൽ ആസൽ എന്നേ പറയുള്ളൂ, അയാൾ തേൻ കുടിക്കുന്നു. യശ്റബു ബിൽ ആസൽ എന്ന് പറയണമെങ്കിൽ അതെങ്ങനത്തെ കുടിക്കലാണ്? അത് സാധാരണ കുടിക്കലല്ല, മറിച്ച് അത് അരുവി പോലെ ഒഴുക്കിയിട്ടുള്ള കുടിക്കുന്നതിനാണ് അങ്ങനെ പറയാം. സാധാരണ കുടിക്കുന്നതിനല്ല അങ്ങനെ പറയാം, മറിച്ച് അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് അതുണ്ടാകുന്നു, പൊട്ടി ഒഴുകുന്നു. അതുപോലെയാണ് ഈ ആയത്ത്. ഈ കാഫൂർ ചേരുവയായി അബ്റാറിന് കൊടുക്കും. എന്നാൽ ഇബാദുല്ലാഹ്, ഇവിടെ ഇബാദുല്ലാഹ് എന്ന ഉദ്ദേശം ഇബാദുല്ലാഹിൽ മുഖറബൂൻ, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത സ്വർഗത്തിലുള്ള ഏറ്റവും മുകളിലുള്ള സ്വർഗത്തിലുള്ള അള്ളാഹുവിന്റെ ഇബാദ്, അവരത് കുടിക്കും. അവർക്കത് ഐനായിരിക്കും, ഒരു അരുവിയായിരിക്കും. ഐന യശ്റബു ബിഹ. ഇവിടെ എന്ത് പറഞ്ഞു? യശ്റബു ബിഹ എന്ന് പറഞ്ഞു, മുത്തഫിഫീനിൽ പറഞ്ഞതുപോലെ. ഐന യശ്റബു ബിഹ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ. ഫജ്ജറ എന്നാൽ പൊട്ടി ഒഴുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. യുഫജ്ജിറൂനഹാ തഫ്ജീറ, അത് അവരതിനെ ഒരു പൊട്ടി ഒഴുക്കുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഹാദല്ലദീ മുസിജ ലിഹൗലാഇൽ അബ്റാരി മിനൽ കാഫൂർ ഹുവ ഐനു യശ്റബു ബിഹൽ മുഖറബൂൻ. ഇവർക്ക് ചേരുവയായി കൊടുത്തത് അവർക്ക് അരുവിയാണ്. അൽ മുഖറബൂന മിൻ ഇബാദില്ലാഹി സർഫൻ ബിലാ മസ്ജിൻ. അവർക്കത് ചേരുവയല്ല, അവരത് ഉദ്ദേശിക്കുന്നത് പോലെ കുടിക്കുന്നു. വയർവൗന ബിഹ, അതിൽ നിന്നവർ വേണ്ടുവോളം കുടിക്കുന്നു. ولهذا ضمن يشرب يروى حتى عداه بالباء. അതുകൊണ്ടാണ് ബാ
ചേർത്തിട്ടുള്ളത്. വഖൗലുഹു യുഫജ്ജിറൂനഹ തഫ്ജീറ, യുഫജ്ജിറൂനഹ തഫ്ജീറ എന്ന് പറഞ്ഞാൽ ഐ യതസറഫൂന ഫീഹാ ഹൈതു ശാഉ വഅയ്ന ശാഉ, എവിടെ ഉദ്ദേശിക്കുന്നോ എപ്പോഴുദ്ദേശിക്കുന്നോ അങ്ങനെ അവരുദ്ദേശിക്കുമ്പോൾ ആ അരുവി പൊട്ടി ഒഴുകുന്നതാണ്. മിൻ ഖുസൂരിഹിം, അവരുടെ കൊട്ടാരങ്ങളിൽ, വദുവരിഹിം, അവരുടെ കൂടാരങ്ങളിൽ, മജാലിസിഹിം, അവരിയ്ക്കുന്ന സ്ഥലത്ത്, അതുപോലെ മഹാലിഹിം, എവിടെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എല്ലാം. തഫ്ജീറു ഹുവൽ ഇംബാ, തഫ്ജീർ എന്നാൽ അർത്ഥം എന്താണ്? ഇംബാ, ഉറവ പോലെ പൊട്ടിക്കലാണ്. ഏതുപോലെ സൂറത്തുൽ ഇസ്രായിൽ കാഫിറുകൾ, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വഖാലു ലൻ നുഅ്മിന ലക, ഞങ്ങൾ നിന്റെ കാര്യത്തിൽ വിശ്വസിക്കുകയില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർദി യംബുആ, ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് അരുവി ഒഴുക്കിത്തരുന്നത് വരെ. അവിടെ തഫ്ജുറ എന്ന് പറഞ്ഞാൽ എന്താ? ഉറവുണ്ടാക്കുക എന്നാണ്. അതുപോലെ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞല്ലോ ഫജ്ജർനാ ഖിലാലഹുമാ നഹറ, രണ്ടിന്റെ ഇടയിൽ നാം അരുവി ഒഴുക്കി. ഇങ്ങനെയാണ് കാഫൂറിന്റെ അരുവി. അതാണ് അള്ളാഹുവിന്റെ മുഖറബൂൻ, അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒഴുക്കി അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പോലെ കുടിച്ചുകൊണ്ടിരിക്കും. അവരുടെ പ്രത്യേകത എന്താണ്? ദുനിയാവിൽ അവരുടെ അമൽ എങ്ങനെയായിരുന്നു? അള്ളാഹു അതാ പറയുന്നു, യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. യൂഫൂന ബിന്നദ്ർ, ഔഫ എന്നാൽ പൂർത്തിയാക്കി എന്നാണ് അതിന്റെ അർത്ഥം. വഫ, പൂർത്തിയാക്കി. വഇബ്രാഹിം അല്ലദി വഫ, വഫ ഔഫ എന്നൊക്കെ പറഞ്ഞാൽ പൂർത്തിയാക്കുക എന്നാണ്. വൗഫു ബിഅഹ്ദി, നിങ്ങൾ എന്റെ കരാർ പൂർത്തിയാക്കുക. ഊഫി ബിഅഹ്ദിക്കും, ഞാൻ നിങ്ങളോടുള്ള കരാർ പൂർത്തിയാക്കാം, പാലിക്കാം. യൂഫൂൻ, അവർ പാലിക്കുന്നു, പൂർത്തിയാക്കുന്നു. ബിന്നദ്ർ, നദ്ർ എന്നാൽ നേർച്ച എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് നദ്ർ? നിർബന്ധമല്ലാത്ത ഒരു അമൽ ഒരാൾ സ്വയം നിർബന്ധമാക്കുന്നതിനാണ് നദ്ർ എന്ന് പറയുക. അയാൾക്കത് നിർബന്ധമായിരുന്നില്ല, പക്ഷെ ഞാൻ ഇന്ന് ഇത് ചെയ്യും എന്ന് അയാൾ സത്യം ചെയ്താൽ അതിനാണ് നദ്ർ എന്ന് പറയുക. നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ എന്താ? യൂഫൂന ബിന്നദ്ർ എന്നാണ്. നേർച്ച പാലിക്കുന്നവർ എന്നാണ് പറഞ്ഞത്, നേർച്ച ചെയ്യുന്നവർ എന്ന് പറഞ്ഞില്ല. മനസ്സിലായോ? നേർച്ച ചെയ്യുക എന്നിട്ട് നേർച്ച പാലിക്കുകയും ചെയ്യുക എന്നല്ല അള്ളാഹു പറഞ്ഞു. നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പാലിക്കുന്നവരാണ്. കാരണം നേർച്ച ചെയ്യുക എന്നത് അത് മക്രൂഹാണ്. നേർച്ച ചെയ്യുക എന്നത് മക്രൂഹാണ്, അത് നല്ലതല്ല. എന്നാൽ നേർച്ച ഒരാൾ ചെയ്താൽ പാലിക്കണം, വാജിബാണ്. അല്ലെങ്കിൽ പ്രായശ്ചിത്തമുണ്ട്, കഫാറത്തുണ്ട്. എന്തുകൊണ്ടാണ് നേർച്ച മക്രൂഹാണെന്ന് പറയാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നേർച്ച ഒന്നും കൊണ്ടു വന്ന് തരികയില്ല, പിശുക്കന്റെ പൈസ അത് പുറത്തേക്ക് എടുക്കുന്നല്ലാതെ. പിശുക്കന്റെ പൈസ പുറത്തേക്ക് എടുക്കും, കാരണം അവൻ നേർച്ച ചെയ്തിട്ടുണ്ടാവും. നേർച്ച എന്നാൽ ചിലപ്പോ ആളുകൾ ഇങ്ങനെയാണ് ചെയ്യുക, അഥവാ എനിക്ക് അള്ളാഹു ഇന്നൊരു കാര്യം തന്നാൽ ഞാൻ ഒരു ഇത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാം, എനിക്ക് ഇന്ന കാര്യം, എൻ്റെ ഈ കച്ചവടം അതിൽ ഇത്ര ലാഭം കിട്ടിയാൽ ഞാൻ ഇത്ര നോമ്പെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നേർച്ച എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും ഷർത്ത് വെക്കാതെയും നേർച്ചയാവും. ചുരുക്കി പറഞ്ഞ ഇത്രയാണ്. ഒരാൾക്ക് വാജിബല്ലാത്ത കാര്യം അയാൾ സ്വയം വാജിബാക്കുക. ഞാൻ ഇന്നത് ചെയ്യും എന്ന് ഉറപ്പിച്ച് സത്യം ചെയ്ത് പറയുക, അതിനാണ് നദർ എന്ന് പറയുക. അത് ചെയ്യാതിരിക്കലാണ് ഖൈർ. മറിച്ച് അങ്ങനെ നേർച്ചയാക്കാതെ നമ്മൾ അമൽ ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന അമൽ ചെയ്യുക, നേർച്ചയൊന്നാക്കാതെ അമൽ ചെയ്യുക. അതിനുള്ള കാരണം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ്, രണ്ട് ഉലമാക്കൾ അത് മക്രൂഹാണെന്ന് പറയാനുള്ള കാരണം, ഒരാൾക്ക് നേർച്ചയാക്കുമ്പോഴുള്ളത്ര ആവേശം പാലിക്കുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല. ആ സമയത്ത് ചിലപ്പോൾ അയാൾ ഞാൻ നേർച്ചയാക്കി പോയല്ലോ, ഇനി നിർബന്ധമായല്ലോ എന്ന ചിന്തയോടെ ആയിരിക്കും അത് പൂർത്തിയാക്കുക. അങ്ങനെ താല്പര്യമില്ലാതെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് നല്ലതല്ല. അതിലേക്ക് ഇത് എത്തിക്കാൻ സാധ്യതയുണ്ട്. താല്പര്യമില്ലാതെ ഉള്ളിൽ പിന്നെ ചെയ്യണമല്ലോ, ഇത് പൂർത്തിയാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക എന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നേർച്ച നമ്മൾ ഒഴിവാക്കുക. ഒരാൾ ചെയ്താൽ ജായിസ്, ഒരാൾ നേർച്ചയാക്കിയാൽ അയാൾക്ക് കുറ്റം കിട്ടുമെന്നല്ല ഇതിന്റെ അർത്ഥം. യജൂസ്, അനുവദനീയമാണ്, പക്ഷെ ചെയ്യാതിരിക്കലാണ് നല്ലത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇസ്ലാമിൽ.
ഏതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുആ ചെയ്യാൻ ആളുകളോട് ആവശ്യപ്പെടുക ജായിസ്, അനുവദനീയമാണ്. നമ്മൾ ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടൽ ജായിസാണ്. എന്നാൽ അത് ചെയ്യാതിരിക്കലാണ് ഖൈർ. ദുആ ചെയ്യാൻ ആളുകളോട് ആവശ്യപ്പെടാതിരിക്കുക. കാരണം അതിൽ തവക്കുൽ കുറഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തവക്കുൽ, ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു എടുക്കും, ഒരു വാസിത, അല്ലാഹുവിനും എനിക്കുമിടയിൽ ഒരു വാസിത ആവശ്യമില്ല എന്ന ഇതാണ് ഏറ്റവും ഖൈറായ രീതി. അതിൽ നിന്ന് താഴേക്ക് പോകും. അതുകൊണ്ടാണ് എത്ര പാപിയായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരാളങ്ങനെ ആവശ്യപ്പെട്ടാൽ ജായിസാണ്, അത് അനുവദനീയമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കലാണ് ഖൈർ, അങ്ങനെ ചെയ്യാതിരിക്കലാണ് അഫ്ദൽ. നേർച്ച ഇങ്ങനെ തന്നെയാണ്. നേർച്ച ചെയ്യൽ ജായിസാണ്, അനുവദനീയമാണ്, പക്ഷെ ചെയ്യാതിരിക്കലാണ് ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നു, മൻ നദറ അൻ യുതിഅ അല്ലാഹ് ഫൽയുതിഅഹ് വമൻ നദറ അൻ യഅസി അല്ലാഹ് ഫലയഅസിഹ്. ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ നേർച്ചയാക്കിയാൽ അവൻ അള്ളാഹിനെ അനുസരിക്കട്ടെ. അഥവാ അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു താഅത്ത് ചെയ്യാൻ, നോമ്പ് പോലെ സദഖ പോലെ വല്ലതും ചെയ്യാൻ നേർച്ചയാക്കിയാൽ അത് ചെയ്തു കൊള്ളട്ടെ, പൂർത്തിയാക്കട്ടെ. വമൻ നദറ അൻ യഅസി അല്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കാൻ ആരെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, മഅസിയത്ത് ചെയ്യാൻ, തെറ്റായ ഒരു കാര്യം ചെയ്യാൻ ഒരാൾ നേർച്ചയാക്കിയാൽ ഫലയഅസിഹ്, അവൻ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല. നേർച്ച ഒരാൾ ചെയ്തു എന്നിട്ട് അയാൾക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് പ്രായശ്ചിത്തമുണ്ട്. ഇപ്പൊ സത്യം ചെയ്ത് പറയലും നേർച്ചയും തമ്മിൽ ബന്ധമുണ്ട്. സത്യം ചെയ്യുക ഈമാൻ, അതും നേർച്ചയും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പൊ ഒരാൾ സത്യം ചെയ്യുന്നു, അള്ളാഹുവാണ് ഞാനിനി ഇന്നാളോട് മിണ്ടൂല, അങ്ങനെ വല്ല നേർച്ചയും അത് തെറ്റായ കാര്യമാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ പേരിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അങ്ങനെ നേർച്ചയാക്കാൻ അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ലല്ലോ. ദുനിയാവിന്റെ വല്ല കാര്യത്തിലുമാണ്, വ്യക്തിപരമായ വല്ല കാര്യത്തിനുമാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ അതൊരു മഅസിയത്താണ്, പാടില്ലാത്തതാണ്. ഇങ്ങനെ വല്ല സത്യവും ചെയ്തിട്ട് അത് പാലിക്കാൻ പറ്റാതെ വന്നാൽ അതിന് പ്രായശ്ചിത്തമുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു എന്ത് ചെയ്യണം? 10 സാധുക്കൾക്ക് ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക, അതല്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാവുന്നതാണ്. ഒന്ന് കഴിയില്ലെങ്കിൽ മറ്റേതെന്നല്ല, ചില കാര്യങ്ങൾക്ക് അങ്ങനെയാണ്, കഴിയില്ലെങ്കിലാണ് മറ്റത്. എന്നാൽ ഇതിലങ്ങനെയല്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യേണ്ടതാണ് പ്രായശ്ചിത്തമായി. അപ്പോൾ നേർച്ചയും സത്യം ചെയ്യലും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അത് രണ്ടും ഒരുപോലെ സംഭവിക്കുന്നതാണ് പല സന്ദർഭങ്ങളിലും. യൂഫൂന ബിന്നദർ, സത്യം നേർച്ച ആക്കിയാൽ അത് പൂർത്തിയാക്കുന്നവരാണ്. വയഖാഫൂന യൗമ, അതുപോലെ വയഖാഫൂൻ അവർ ഭയക്കുകയും ചെയ്യുന്നു, യൗമൻ ഒരു ദിവസത്തെ, കാന ശർറുഹു മുസ്തതീറ, അതിന്റെ ഷർറാണ് മുസ്തതീറൻ, നീണ്ടു നിൽക്കുന്ന ഷർറാകുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, അയ്യതഅബ്ബദൂന ലില്ലാഹി ഫീമാ ഔജബഹു അലൈഹിം മിൻ ഫിഅലി ത്വആത്തിൽ വാജിബതി ബി അസ്ലി ശർഅ. ഈ മുഅ്മിനുകൾ അല്ലാഹു അവർക്ക് നിർബന്ധമാക്കിയ ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം വമാ ഔജബൂഹു അലാ അൻഫുസിഹിം ബിതരീഖിൻ നദർ, അവർ സ്വയം വാജിബാക്കിയ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നു. മുഅ്മിനുകളുടെ സ്വഭാവം അല്ല ഇവിടെ സ്വർഗക്കാരാകുന്ന മുഅ്മിനുകളുടെ സ്വഭാവമായി അല്ല പറഞ്ഞെന്താ? യൂഫൂന ബിൻ നദർ, അവർ നദർ പൂർത്തിയാക്കും. നദർ അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയതല്ല, പിന്നെ അവർ അവരുടെ കാര്യത്തിൽ സ്വയം നിർബന്ധമാക്കിയതാണ്. അതവർ പാലിക്കുമെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയത് അവർ ഏറ്റവും നന്നായി പാലിക്കുന്നവരാണ്. അവരേറ്റവും നന്നായി ആദ്യം അത് പാലിക്കുന്നവരാണ്. എന്നിട്ടാണ് ഇത് യൂഫൂന ബിൻ നദരി വയഖാഫൂന യൗമ. കാരണം എന്താണ്? വയഖാഫൂന യൗമ, അവർ ഭയപ്പെടുന്നു, അവർ ഭയപ്പെടുന്നു. യൗമ, ഒരു ദിവസത്തെ, കാന ശർറുഹു മുസ്തതീറ, നീണ്ടു നിൽക്കുന്ന ഷർറാണ് ആ ദിവസം, അഥവാ ഖിയാമത്ത് നാൾ. നോക്കൂ, ഈ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ഖൗഫ് ഇല്ലാതെ ഒരാൾ എന്ത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ്
ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ കുടുംബത്തിൽപ്പെട്ട പണ്ടുകാലത്ത് ഒരുപാട് ഖൈർ ചെയ്തിരുന്ന കാഫറായി മരിച്ച ഒരാളെ കുറിച്ച് ചോദിച്ചു. അയാൾ ഒരുപാട് ദാനം ചെയ്യുന്ന ആളായിരുന്ന ആൾക്കാരുടെ അമൽ പ്രയോജനപ്പെടുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. കാരണം അയാൾ ഒരു ദിവസം പോലും പറഞ്ഞിരുന്നില്ല റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, അല്ലാഹുവേ യൗമുദ്ദീനിൽ ഖിയാമത്ത് നാളിൽ നീ എനിക്ക് എന്റെ ഖതീഅത്ത് പാപം പുറത്തു തരണേ എന്ന് അയാൾ ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ നോക്ക്, ഈ ഖൗഫ് അതിന്റെ ഒരുമിച്ച് വേണം. യുഫൂന ബിന്നദിരി വയഖാഫൂന യൗമാ, ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. കാന ശർറുഹു മുസ്തതീറ, ആ ദിവസത്തിന്റെ ഷർറ് മുസ്തതീറാൻ, അഥവാ നീണ്ടു നിൽക്കുന്നതാണ്. മുസ്തതീർ എന്ന വാക്കിന്റെ അർത്ഥം, മുസ്തതീർ എന്നാൽ ഐ മുൻതശിറുൻ ആമുൻ അലന്നാസി ഇല്ലാ മൻ റഹിമല്ലാഹ്, അത് അതിന്റെ ഷർറ് വളരെ വ്യാപകമാണ്. ഖിയാമത്ത് നാളിലെ ഷർറ് എല്ലാവർക്കും അതിന്റെ ഷർറ് അനുഭവിക്കേണ്ടി വരും. ഇല്ലാ മൻ റഹിമല്ലാഹ്, അല്ലാഹ് റഹ്മത്ത് കൊടുത്ത മുഅ്മിനുകൾക്കൊഴികെ. ഖിയാമത്ത് നാളിൽ അതിന്റെ ഷർറ്, അതിന്റെ ദീർഘമായ അവിടെയുള്ള നിൽപ്പ്, തണലില്ലാത്ത നിൽപ്പ്, ഇങ്ങനെയുള്ള ഷർ, അതുപോലെ അവിടെ തന്നെ കിട്ടുന്ന ചില ശിക്ഷകൾ. ഇപ്പൊ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്കൊക്കെ മഹ്ശറിൽ വെച്ച് തന്നെ നരകപ്രവേശത്തിന് മുമ്പ് തന്നെ ശിക്ഷകൾ ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയുള്ള ഷർ, അതുപോലെ അവിടെയുള്ള അപമാനം, അള്ളാഹുവിന്റെ പരസ്യമായ ചോദ്യം ചെയ്യൽ, ആളുകളുടെ മുന്നിൽ കൂലങ്കശമായ വിചാരണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മന്നൂഖിശ ഉദ്ദിബ്, ആരെങ്കിലും വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. മന്നൂഖിശ ഉദ്ദിബ്, ആരെങ്കിലും പിന്നെ വിചാരണ, എങ്ങനത്തെ വിചാരണയാണ്? എല്ലാവരും കാണുന്ന, എല്ലാവരെയും അള്ളാഹു അവന്റെ പാപങ്ങൾ അറിയിക്കും. അങ്ങനെയുള്ള ചോദ്യം ചെയ്യലിന് വിധേയനായാൽ അവന്റെ കാര്യം പോക്കാണ്. എന്നാൽ മുഅ്മിനുകൾ, അള്ളാഹു പാപം പൊറുക്കാൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു അങ്ങനെ അപമാനിക്കുകയില്ല. മറിച്ച് അള്ളാഹു ഒരു മറയിടുന്നതാണ്. അവനും അള്ളാഹുവും അവന്റെ റബ്ബും മാത്രം, അവനും അവന്റെ റബ്ബും മാത്രം. എന്നിട്ട് അള്ളാഹു അവനോട് അവന്റെ പാപങ്ങളെ കുറിച്ച് ചോദിക്കും. ഓരോന്നോരോന്ന് ചോദിക്കും. എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിക്കും, എന്റെ കാര്യം നശിച്ചത് തന്നെ, ഞാൻ നശിച്ചത് തന്നെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് പറയും, ദുനിയാവിൽ ഞാൻ നിന്റെ ഈ തെറ്റുകൾ മറച്ചു വെച്ചു, ഇന്നതാ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയും. അവനെ അള്ളാഹു അപമാനിക്കുകയില്ല ആളുകളുടെ മുന്നിൽ. ഇങ്ങനെ പല ഷർറുമുള്ള ഈ അള്ളാഹു റഹ്മത്ത് ചൊരിഞ്ഞ ആളുകൾക്ക്, അങ്ങനെ അല്ലാത്തവർക്ക് പല ഷർറുമുള്ള മുൻതശിറായ മുസ്തതീറായ ഷർറുള്ള ദിവസത്തെ അവർ ഭയപ്പെടുന്നു. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. എന്താണ് അടുത്തായത്? വയുത്ഇമൂന അത്അാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. വയുത്ഇമൂന അത്അാം, അവർ ഭക്ഷണം കൊടുക്കുന്നു. വയുത്ഇമൂന അത്അാം, അവർ തആം കൊടുക്കുന്നു. അലാ ഹുബ്ബിഹി, അലാ ഹുബ്ബിഹി എന്ന് പറഞ്ഞാൽ അതിനോട് ഹുബ്ബുണ്ടായിരിക്കെ തന്നെ, ഇഷ്ടമില്ലാത്തത് കൊടുക്കല്ല. അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ അത് വാങ്ങുകയാണെങ്കിൽ കണ്ണടച്ചിട്ടല്ലാതെ വാങ്ങൂല, അങ്ങനത്തെ സദക്കങ്ങൾ കൊടുക്കരുത്. കണ്ണു തുറന്നാൽ നിങ്ങൾ ഒരിക്കലും അത് വാങ്ങൂല, കണ്ണു തുറന്ന് വാങ്ങിയിട്ട് വാങ്ങൂല. അത്രയും മോശമായത് നിങ്ങൾ ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കരുത്. തയ്യിബായത് കൊടുക്കുക, നല്ലത് കൊടുക്കുക, ഇഷ്ടമുണ്ടായിരിക്കെ കൊടുക്കുന്ന ആളുകളാണ്. ആർക്കൊക്കെയാണ് അവർ കൊടുക്കുന്നത്? മിസ്കീനൻ വയതീമൻ വഅസീറ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അവനെ ഇസ്കാനിലാക്കിയിട്ടുണ്ട്, അഥവാ അവനെ ഒതുക്കി കളഞ്ഞിരിക്കും. ദാരിദ്ര്യം കൊണ്ട് ഒതുങ്ങിപ്പോയ ആളുകൾ, ആളുകൾ അവരുടെ ലക്ഷണം കണ്ട്, അല്ല, അവരുടെ ദാരിദ്ര്യം അവർ പുറത്തു കാണിക്കുകയില്ല, ആളുകളോട് ചോദിക്കുകയില്ല. എന്നാൽ ചില ലക്ഷണങ്ങളിലൂടെ ബുദ്ധിയുള്ളവർക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് മിസ്കീൻ എന്ന് പറയും. മിസ്കീൻ ഓ യതീമൻ, യതീം എന്നാൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചുപോയ കുട്ടികൾ, അവർക്കാണ് യതീം എന്ന് പറയും. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചുപോയ കുട്ടികൾ. പ്രായപൂർത്തിയായാൽ അവർ പിന്നെ യതീമാണെന്ന് പറയാൻ കഴിയില്ല, അവർ വലിയ ആളുകളായി. മിസ്കീൻ ഓ യതീമൻ വ അസീറ. അസീർ എന്നാൽ തടവുകാർ, തടവിൽ പിടിക്കപ്പെട്ട ആളുകൾ, അവരിൽ മുസ്ലിമീങ്ങളാകട്ടെ കാഫറുകളാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കാലത്തുള്ള അസീർ, തടവുകാർ ആരായിരുന്നു? മുശ്രിക്കുകളായിരുന്നു. എന്നാലും തടവുകാരോട്, അടിമകളോട് അവരെന്നാണ് അടിമകളാവുക? നന്മ പ്രവർത്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വസിയ്യത്ത് ചെയ്തിട്ടുള്ളതാണ്.
മിസ്കീനും യതീമിനും അസീറിനും ഭക്ഷണം നൽകുന്നവരാണ് മുഅ്മിനുകൾ, സ്വർഗത്തിന് അർഹരാകുന്ന മുഅ്മിനുകൾ. അലാ ഹുബ്ബിഹി, അതിനോട് ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ. ഏതുപോലെ അള്ളാഹു സൂറത്തു ആല ഇമ്രാനിൽ പറഞ്ഞു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ബിർറ് കിട്ടുകയില്ല, നന്മ കിട്ടുകയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കൊടുക്കുന്നത് വരെ. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇന്ന അഹബ്ബ അംവാലി ബൈറുഹ. സഹീൽ ബുഖാരിയിലുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല ഏതാണ്? ബൈറുഹ എന്നൊരു തോട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറി കുടിക്കാറൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം കുടിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാൽ, ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അത് നിന്റെ അടുത്ത് വെച്ചോളൂ, അതാണ് എനിക്ക് ഖൈർ, എങ്ങനെ കൊടുക്കല്ലേ, അതാണ് എനിക്ക് ഖൈർ എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നിന്റെ കുടുംബത്തിലെ തന്നെ സാധുക്കൾക്ക് അത് വസിയത്ത് ചെയ്തേക്കും, നിന്റെ കുടുംബക്കാരായ സാധുക്കൾക്കത് നീ വസിയത്ത് ചെയ്തേക്കൂ. എന്നിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു ഈ ആയത്തിറങ്ങിയപ്പോൾ. കാരണം അള്ളാഹു പറഞ്ഞ എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് നന്മ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതല്ല കൊടുക്കേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ളതാണ് കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു സദഖതി അൻ തസദ്ദഖ വഅൻത സഹീഹുൻ ശഹീഹുൻ തഅമലുൽ ഗിന വതഖ്ശൽ ഫഖർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ദലു സദഖ, ഏറ്റവും അഫ്ദലായ സദഖ ഏതാണെന്ന് അറിയുമോ? അൻ തസദ്ദഖ, നീ സദഖ ചെയ്യാനാണ്, വഅൻത സഹീഹുൻ ശഹീഹുൻ തഅമലുൽ ഗിന വതഖ്ശൽ ഫഖർ, നീ സഹീഹായിരിക്കുക, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കുക. കാരണം എന്താ? ആരോഗ്യം ഉണ്ടായാലേ സ്വത്ത് അനുഭവിക്കാൻ കഴിയുള്ളൂ. കയ്യിലുള്ള പൈസ ഒക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ടും നല്ല വസ്ത്രം എടുത്തിട്ടും നല്ല കാര്യങ്ങൾക്ക് നമുക്ക് നമ്മൾ ആസ്വദിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ദുനിയാവിൽ. അങ്ങനെ പൈസ ചെലവാക്കണമെങ്കിൽ എന്ത് വേണം? ശരീരത്തിൽ ആരോഗ്യം വേണം. ശരീരത്തിൽ ആരോഗ്യം ഇല്ലാത്തവൻ എത്ര പൈസ കിട്ടിയിട്ട് എന്താണ്? ഏത് ഭക്ഷണത്തിനാണ് രുചി ഉണ്ടാവുക? എന്ത് സന്തോഷമാണ് അയാൾക്ക് ഉണ്ടാവുക? അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. അപ്പൊ സഹീഹായിരിക്കെ, നിനക്ക് ആരോഗ്യമുണ്ടായിരിക്കെ. ഷഹീഹുൻ, ഷഹീഹ് എന്താ? നിനക്ക് പിശുക്ക് മനസ്സിൽ തോന്നുന്ന സമയത്ത്, അതുപോലെ തഅമലുൽ ഗിന, നീ ഗിന ആണ്, നിനക്ക് സമ്പത്തിനോട് നിനക്ക് ഇഷ്ടമുണ്ടായിരിക്കെ. വതഖ്ശൽ ഫഖർ, ദാരിദ്ര്യം വരുമോ എന്ന് നീ പേടിച്ചുകൊണ്ടിരിക്കെ. ദാരിദ്ര്യത്തെ പേടിക്കരുത് എന്നാണ്. കാരണം അള്ളാഹു ദാരിദ്ര്യത്തെ കൊണ്ട് നമ്മളെ പേടിപ്പിച്ചിട്ടില്ല, നരകം പറഞ്ഞിട്ടാണ് നമ്മളെ പേടിപ്പിച്ചിട്ടുള്ളൂ. മാത്രമല്ല ശൈത്താനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? അശ്ശൈത്താനു യഇദുകുമുൽ ഫഖർ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫറത മിൻഹു വഫദ്ലാ. ശൈത്താൻ നിങ്ങൾക്ക് ഫഖർ, ദാരിദ്ര്യത്തെ പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു, എന്നിട്ട് വൃത്തികേടുകൾ ചെയ്യാൻ നിങ്ങളോട് പറയും. അള്ളാഹു ആകട്ടെ, അല്ലാഹു യഇദുകും മഗ്ഫറത മിൻഹു വഫദ്ലാ, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അവന്റെ മഗ്ഫിറത്തും അവന്റെ ഔദാര്യവുമാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള അവസ്ഥയിലാണ് ദാനം ചെയ്യേണ്ടത്. ഇതിന്റെ നേരെ എതിരാണ് ഒരാൾ അയാൾക്ക് ഇനി സ്വത്തൊന്നും അനുഭവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തിയാലുള്ള ദാനം. ഏതുപോലെ മരിക്കാൻ കാലത്തേക്ക് അയാൾ പറയണേ, എന്താ എന്റെ ഇന്ന സ്വത്ത് അത് അയാൾക്ക്, ഇന്ന സ്വത്ത് ഇന്നാൾക്ക്, അത് ഇന്നാൾക്ക് കൊടുക്കണേ. അതൊക്കെ അവരവരുടേതായി കഴിഞ്ഞു, ഇവന്റെ അല്ലത്, ഇവൻ പോകാനിരിക്കുകയാണ്. അതൊക്കെ മറ്റുള്ള ആളുകളുടേതായി ആയിക്കഴിഞ്ഞു. അപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നോക്ക്, മരണസമയത്ത് മനുഷ്യൻ ആഗ്രഹിക്കുക, സൽക്കർമ്മം വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുമല്ലോ, നഷ്ടപ്പെട്ടു. അതിൽ അവൻ അള്ളാഹു എടുത്തു പറഞ്ഞത് സദഖയെ കുറിച്ചാണ്. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു, എന്താണ് ആയത്ത്? وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. മരണം എത്തിയാൽ അവൻ പറയുന്നത് എന്താണ്? ഞാൻ സദഖ കൊടുക്കാമെന്നാണ്. അകും മിന സാലിഹീൻ, ഞാൻ സാലിഹുകളുടെ കൂട്ടത്തിലാകാം. അപ്പൊ സദഖ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ആരോഗ്യമില്ലാതായാൽ, നമുക്ക് വയ്യാതായാലും നമ്മൾ സദഖ കൊടുക്കാനാണ് ആഗ്രഹിക്കുക. അപ്പൊ അത് ആരോഗ്യമുള്ള സമയത്ത്, നമ്മൾ ദാരിദ്ര്യം ഭയപ്പെടുന്ന സമയത്ത്, അനുഭവിക്കാൻ കഴിയുന്ന സമയത്ത് കൊടുക്കുക എന്നുള്ളത് വലിയ അമലാണ്. അതാണ് അഫ്ദലായ സദഖ. സദഖയാകട്ടെ
നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന അമലുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നീ നരകത്തെ കാത്തുകൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. അതുപോലെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസ സദഖത്തും മിൻ മാലി, സദഖ ഒരിക്കലും സമ്പത്തിൽ നിന്ന് കുറക്കുകയില്ല. വമാ, അതുപോലെ തന്നെയാണ് ഒരാള് അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ വിട്ടുകൊടുത്താൽ അവന് ഇസ്സത്ത് അല്ലാതെ വർദ്ധിക്കുകയില്ല. അതുപോലെ വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും താഴ്ന്നു കൊടുത്താൽ അള്ളാഹു അവനെ ഉയർത്താതിരിക്കുകയില്ല. ഇത് മൂന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹദീസിൽ പറഞ്ഞതാണ്. മാ നഖസത് സദഖത്തും മിൻ മാലിൻ, സദഖ സമ്പത്തിൽ നിന്ന് കുറക്കുകയില്ല. അതുപോലെ ആഫു, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് എന്താ ഉണ്ടാക്കുക? ഇസ്സത്താണ് ഉണ്ടാക്കുക, താഴ്ത്തിക്കളയുകയല്ല. അതുപോലെ താഴ്ന്നു കൊടുക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ താഴ്ന്നു കൊടുത്താൽ അള്ളാഹു അവനെ ഉയർത്താതിരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മുഅ്മിനുകളുടെ സ്വഭാവമാണ് യുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസ്ീറ. മിസ്കീൻ മഅറൂഫ്, എല്ലാവർക്കും അറിയാം. യതീം അറിയാവുന്നതാണ്. അസീർ എന്താണ്? തടവുകാർ ആണ് ഇവിടെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ വസിയ്യത്തിൽ പറഞ്ഞതായി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന കാര്യമാണ്, അസ്സലാഹ് അസ്സലാഹ് വമാ മലക്കത് ഐമാനുക്കും. അസ്സലാഹ്, സലാത്ത് സംസ്കാരത്തിന്റെ കാര്യം. അതോടൊപ്പം എന്താ നബി പറഞ്ഞത്? നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ അഥവാ അടിമകൾ. നോക്കൂ, നിങ്ങൾ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് പിടിക്കുന്ന ആളുകളാണ്, നമ്മൾ പിടിക്കുന്ന ആളുകളാണ് ഈ തടവുകാർ, അടിമകൾ. അവരോട് ലോകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മുന്തിയ നിലയിൽ ഏറ്റവും അനുകമ്പയോടെ പെരുമാറിയത് മുസ്ലിം ഉമ്മത്താണ്. മുസ്ലിം ഉമ്മത്താണ്. നോക്കൂ നിങ്ങൾ, ഒരു ഖൗമിന്റെ, ഒരു ജനതയുടെ സ്വഭാവം വെളിപ്പെടണമെങ്കിൽ, ഒരാളുടെ സ്വഭാവം, ഒരു ഖൗമിന്റെ സ്വഭാവം വെളിപ്പെടുക അവർ വിജയിച്ചിരിക്കുന്ന സമയത്താണ്, അവരേറ്റവും ഉന്നതിയിലുള്ള സമയത്താണ്. അപ്പോഴാണ് അവരുടെ സ്വഭാവം വെളിപ്പെടുക. നോക്കൂ നിങ്ങൾ, ഇന്ന് മുസ്ലിമീങ്ങൾക്കെതിരിൽ, ഇപ്പോൾ സിറിയയിലൊക്കെ മുസ്ലിമീങ്ങൾക്കെതിരിൽ അവർ ചെയ്യുന്നത് നോക്ക്, ഏറ്റവും ക്രൂരമായിട്ടാണ്. മുസ്ലിം ഉമ്മത്തിനെതിരിൽ ശത്രുക്കൾ യുദ്ധം ചെയ്യുകയും മുസ്ലിമീങ്ങളെ അവർക്ക് കയ്യിൽ കിട്ടുകയും ചെയ്താൽ അവർ ചെയ്യുന്നത് നോക്ക്, ഏറ്റവും ക്രൂരമായിട്ടാണ്. അതാണ് അവരുടെ സ്വഭാവം, അവരുടെ ഉള്ളിലിരിപ്പ് അതാണ്. മുസ്ലിം ഉമ്മ ഒരിക്കലും ഇങ്ങനെയായിരുന്നില്ല. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ശത്രുക്കൾക്കെതിരിൽ വിജയം നൽകിയിരുന്നു. ലോകത്തിന്റെ വലിയൊരു ഭാഗം മുസ്ലിം ഉമ്മത്തിന് കീഴിലായിരുന്നു. അന്ന് യുദ്ധങ്ങളിൽ പിടിക്കപ്പെട്ട തടവുകാരോട്, അവരാണ് അടിമകൾ. എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത് പെരുമാറിയിരുന്നത്? ഏറ്റവും നന്നായിട്ടാണ്, ഏറ്റവും നന്നായിട്ടാണ്. അടുത്ത കാലം വരേക്കും ഇമാം മുഹമ്മദ് അമീൻ ഷൻഖീത്ത് റഹിമഹുല്ലാ, അദ്ദേഹം സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഒരു അടിമയുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോഴുള്ള പല ഉലമാക്കളുടെയും ശൈഖായിരുന്നു. മുമ്പത്തെ കാലം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവസാന കാലത്ത് ഈ അടിമയെ മോചിപ്പിച്ചപ്പോൾ അയാൾ കരയാണ്. എന്ത്? ശേഖനെ വിട്ടുപോകേണ്ടത് ആലോചിച്ചിട്ട്. ഇങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത് അവരിലെ അടിമകളോട് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരിൽ പലരും പൂർണ്ണ മനസ്സോടെ ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവരെ കുറിച്ച് അത്ഭുതപ്പെട്ടിരിക്കുന്നു. അള്ളാഹിന്റെ ആജബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആജബ് പോലെയല്ല, അള്ളാഹിന്റെ ജലാലത്തിനും ആളമത്തിനും മഹത്വത്തിനും യോജിച്ച ആജബാണ്. ചങ്ങലകളിൽ സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച്, ആരാണ് ചങ്ങലകളിൽ സ്വർഗത്തിൽ പോകുന്ന? അവർ ചങ്ങലകളിൽ പിടിക്കപ്പെട്ടിട്ടാണ് മുസ്ലിം ഉമ്മത്തിലേക്ക് വന്നിട്ടുള്ളത്. പിന്നീട് അവർ മുസ്ലിമാവുകയാണ്, മുസ്ലിങ്ങളാവുകയാണ്. ദുനിയാവിൽ വല്ലതും കിട്ടാൻ വേണ്ടി ചിലർ മുസ്ലിമീങ്ങളായി. പക്ഷേ പിന്നീട് അവന്റെ ഖൽബിൽ ഇസ്ലാം പ്രവേശിക്കുകയും ദുനിയാവിലുള്ളത് മുഴുവനേക്കാളും വലുതവൻ ഇസ്ലാമായി മാറുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ മുസ്ലിം ഉമ്മത്ത് അവരുടെ ഉസാറ അഥവാ തടവുകാരോട്, അസീർ എന്നതിന്റെ ജമാഅൻ ഉസാറ, അവരോട് ഏറ്റവും നന്നായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ അസീർ എന്നാൽ അത് മുസ്ലിമും കാഫിറും ഉൾപ്പെടുന്നതാണ്. ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇബ്നു കസീർ പറയുന്നു, വഖ്താറഹു ഇബ്നു ജരീർ ലിഉമൂമിൽ ആയത്തി ലിൽ മുസ്ലിമി വൽ മുശ്രിക്.
മുസ്ലിമിനെയും മുശ്രിക്കിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇക്രിമ താബിഈയായ ഇക്രിമ പറഞ്ഞു ഹുമുൽ അബീദ്, അടിമകളാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും അതിൽപ്പെടും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, സഹാബത്തിന്റെ കാലത്ത് ഉസാറ എന്നത് മുശ്രിക്കുകൾ തന്നെയായിരുന്നു. അവർക്ക് തആം കൊടുക്കുന്ന ആളുകളാണ് ഈ മുഅ്മിനുകൾ എന്നത് അള്ളാഹു അവരുടെ സ്വഭാവമായി പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇന്നമാ നുത്ഇമുകും, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, ലിവജ്ഹില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടില്ല ജസാഅൻ വലാ ശുകൂറാ, ജസാഅൻ വലാ ശുകൂറാ, ഞങ്ങൾ നിങ്ങളിൽ നിന്നൊരു ജസാ ഉദ്ദേശിക്കുന്നില്ല, ഒരു പ്രതിഫലം ഇങ്ങോട്ട്, വലാ ശുകൂറ, ഒരു നന്ദി ഉദ്ദേശിക്കുന്നില്ല. മുൻഗാമികൾ ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു ഇതൊരിക്കലും അവരവരുടെ നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഏയ് ഈ വാക്കുണ്ടല്ലോ, അള്ളാഹു അവർ പറഞ്ഞു എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, മറിച്ച് അവരുടെ കൽബിലുള്ളത് അള്ളാഹ് അടുത്ത് പറഞ്ഞതാണ്. ഖാലൂന്നുണ്ടോ ഈ ആയത്തിന്റെ മുന്നിൽ? ഇല്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഇന്നമാ എന്നുള്ളത് ചേർത്താൽ എന്തിനാണത്? ഹസറിന് വേണ്ടിയാണ്, മാത്രമെന്ന് പറയും. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. വല ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. എങ്ങനെയാണ് പങ്കു ചേർക്കൽ? ഒരാളോട് ദുആ ചെയ്താൽ അത് പങ്കു ചേർക്കലായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മൊയ്തി ഷെഖിനോടോ ബദരീങ്ങളോടോ ആരെങ്കിലും ദുആ ചെയ്താൽ, അവരെ വിളിച്ചു തേടിയാൽ, എന്നെ കാക്കണേ, എന്നെ രക്ഷിക്കണേ, യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, എന്റെ കൈ പിടിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ പങ്കു ചേർക്കലാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നു ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, അവർ പറഞ്ഞത് അവരുടെ മനസ്സിലാണ്, അവരോടല്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഇത് തരുന്നത് ലിവജ്ഹില്ലാഹ്, അള്ളാഹു വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ, നിങ്ങളിൽ നിന്നൊരു ജസാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഒരു പ്രതിഫലം ഉദ്ദേശിക്കുന്നില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്ത് നിന്ന് തെളിവ് പിടിച്ചിട്ട് പറഞ്ഞു, ഒരു സാധുവിന് ഭക്ഷണം കൊടുത്താൽ നിങ്ങൾ പറയരുത് ഉദുഅല്ലാഹ ലി, എനിക്കൊണ്ട് ദുആ ചെയ്യണമെന്ന് പറയരുത്. എന്ത് പറയരുത്? ദുആ ചെയ്യണമെന്ന് പറയരുത്. കാരണം അപ്പോ അതൊരു ജസാ ആണ്, ഇങ്ങോട്ടുള്ള കൂലിയാണ്. അവൻ തരുന്ന ഏറ്റവും നല്ല കൂലിയാണ് ഇങ്ങൾക്ക് കൊണ്ട് ദുആ ചെയ്യാന്നുള്ളത്. ഹേയ് ചെറിയ കൂലി ഒന്നല്ലത്, ഇങ്ങോട്ട് തരുന്നതിൽ ഏറ്റവും മുന്തിയതാണ് നമുക്ക് വേണ്ടി ദുആ ചെയ്യാന്നുള്ളത്. അത് പറയരുത്, ചോദിക്കരുത്, ദുആ ചെയ്തോട്ടെ, നമ്മൾ ചോദിക്കരുത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, ഒരു ജസാ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല, വലാ ശുകൂറ, ഒരു നന്ദി ഉദ്ദേശിക്കുന്നില്ല. ഇത് മനസ്സിൽ വെച്ചിട്ട് ആരെ സഹായിച്ചാലും, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളാകട്ടെ, അവരാണല്ലോ ആദ്യം സഹായിക്കേണ്ടത്. എത്രത്തോളം സ്വന്തം ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള പോലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സദഖയാണ്. അവന്റെ നിയ്യത്ത് നന്നായിരിക്കുക, ബാധ്യതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളത് സദഖയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വബ്ദ ബിമൻ തഊൽ, നീ തുടങ്ങുക നിനക്ക് കീഴിലുള്ളവരോട്. നീ ആർക്കാണോ ചെലവ് കൊടുക്കാൻ ബാധ്യത ഉള്ളത് അവരിൽ നിന്ന് തുടങ്ങാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്കാകട്ടെ കൊടുക്കുമ്പോൾ ഈ വിചാരം മനസ്സിലുണ്ടായാൽ പിന്നെ ഒരിക്കലും കൊടുത്ത് ബേജാറാവില്ല. ഞാൻ എത്ര കൊടുത്തിട്ടും എന്നോടൊരു നന്ദി കുടുംബക്കാർ കാണിക്കുന്നില്ലല്ലോ, പിന്നെ നന്ദികേടാണല്ലോ, എന്നാലും ഞാൻ ഒന്നും ചെയ്തു കൊടുക്കാത്ത പോലെയാണല്ലോ എന്നോട് പെരുമാറുന്നത്. എന്ത് വരാതെ ഉണ്ടെങ്കിലും പിന്നെ എന്നോടാണല്ലോ പറയുന്നത്. വേറെ എത്ര അനിയന്മാരുടെ എത്ര മുത്താറുണ്ട്, പോൻ അങ്ങനെയല്ലേ ഇവൻ ഇങ്ങനെയല്ലേ, ഇതിലൊന്നും ബേജാർ നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ? മക്തൂബ്, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആര് നന്ദി കാണിച്ചില്ലെങ്കിൽ എന്താണ്, ആരറിയാത്ത ഭാവം നടിച്ചാൽ എന്താണ്, നമ്മളൊന്നും കൊടുക്കാത്ത പോലെ പെരുമാറിയത് എന്താണ്? എന്റെ റബ്ബ് ഒരിക്കലും അങ്ങനെ പെരുമാറുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ യഅമൽ മിസ്ഖാല ദററത്തിൻ ഖൈറൻ യറഹ്, ഒരു മിസ്ഖാലു ദറ ആണ് ഖൈറെങ്കിലും നമ്മളത് കാണും, അള്ളാഹു നമുക്കത് കാണിച്ചു തരും. അതുകൊണ്ട് ഇഖ്ലാസ്, നിയ്യത്ത് നന്നാക്കുക, വായുകൊണ്ട് പറഞ്ഞിട്ട് അതിനെ നശിപ്പിച്ചു കളയാതിരിക്കുക. അള്ളാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, മുഅ്മിനുകളെ നിങ്ങൾ കൊടുത്തത് എടുത്തു പറഞ്ഞിട്ട് സദഖ ബാത്തിലാക്കി കളയല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി, മൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്തു തന്നില്ലേ, അത് പറയലാണ് അൽ മൻ.
നമ്മൾ കൊടുത്തത് ഇങ്ങനെ അയാളെ ഓർമ്മപ്പെടുത്തുക. വൽ അതാ എന്താ? ദ്രോഹിക്കുക. കൊടുത്തതെടുത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുത്തുവാക്ക് പറഞ്ഞിട്ടോ ഒക്കെ ദ്രോഹിക്കുക എന്നത് ചെയ്യരുത്. അത് ചെയ്താൽ സദഖ ബാത്തിലായി പോകും, ബാത്തിലാക്കി കളയരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ നല്ല ഇഖ്ലാസോടെയാണോ കൊടുത്തത്, ഏറ്റവും ചെറിയ ഒരു സദഖയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു യതഖബ്ബലുല്ലാഹു ബിയമീനിഹി, അല്ലാഹു അവന്റെ വലതു കൈ കൊണ്ടത് സ്വീകരിക്കും. എന്നിട്ട് അല്ലാഹു അതിനെ വളർത്തി കൊണ്ടുവരും. നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കുതിരക്കുട്ടിയെ എങ്ങനെയാണോ വളർത്തി കൊണ്ടുവരുന്നത്, അതുപോലെ ഖിയാമത്ത് നാളിൽ അത് ഉഹദ് പോലെ, ഉഹദ് മലയോളം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. അതാണ് നല്ല നിയ്യത്ത് കൊണ്ട് കൊടുത്താലുള്ള ഫലം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, റുബ്ബ അമലിൻ സഗീർ തുഅല്ലിമുഹു നിയ്യ വറുബ്ബ അമലിൻ കബീർ തുസഗ്ഗിറുഹു നിയ്യ. എത്ര ചെറിയ അമലാണുള്ളത്, നിയ്യത്ത് അതിനെ വലുതാക്കി കളയും. എത്ര വലിയ അമലാണുള്ളത്, നിയ്യത്ത് അതിനെ ചെറുതാക്കി കളയും. കൊടുക്കുമ്പോൾ നിയ്യത്ത് പോലെയാണ്. ആളുകൾ കാണാനാണോ? എത്ര കോടി കൊടുത്താലും അള്ളാഹുവിൽ ഒരു വില ഉണ്ടാവില്ല. നീ അള്ളാഹ്ക്ക് വേണ്ടിയാണോ കൊടുത്തത്, നീ കൊടുത്തത് നിന്റെ കയ്യിലുള്ള ഒരു സാധു, അയാളുടെ കയ്യിലുള്ള ഒരു 10 രൂപ ആണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നതാണ്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅ വലാ ശുകൂറ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.